നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ? വലിയ പ്ലാനിങ്ങും എക്സ്പെക്റ്റേഷൻസും ഒന്നുമില്ലാത്ത ഒരു ചെറിയ യാത്ര. It's not always the destination. Sometimes it's the journey that matters. ആൻഡ് അങ്ങനെയുള്ള ചില യാത്രകളിലാണ് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത്. നമ്മളെ തന്നെ. സോ ലെറ്റ്സ് ഗോ ഓൺ എ ഷോർട്ട്. Where nothing is certain. Not the destination, not the outcome. Just the journey. സോ നമ്മുടെ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് റെഡിയായി. ഹായ് അല്ല ഹലോ സംഗീത സേ ഹായ്. ഹായ്. സോറി, കൂൾ ഗ്ലാസ് ഒക്കെ ഞാൻ വണ്ടി ഓടിക്കുന്നത്. സോ ഹായ്. സോ ഡ്രീം വാക്കറിൻ്റെ ഇത്തവണത്തെ യാത്രയിൽ ഞങ്ങൾ മൂന്നുപേരായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഞങ്ങൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാണ് ഇതിൻ്റെ ആക്ച്വലി ഉള്ള ബാക്ക്ഗ്രൗണ്ട്. സോ ഇത്തവണ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കൊരു ചെറിയ ട്രിപ്പ് പോകണം. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 3-4 പേര്, ഐ മീൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള 3-4 പേര് വെച്ച്. ആൻഡ് ഓൾസോ നമ്മൾ ഈ പണിയെടുക്കുന്നവരായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ എന്തായാലും നമുക്കൊരു ചാനൽ ഉണ്ടല്ലോ, നമ്മൾ എന്തായാലും ഇത് വർക്ക് ചെയ്യുന്നതാണല്ലോ. സോ അത് ഡോക്യുമെൻറ്റും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെയുള്ളൊരു ട്രിപ്പാണ് ഇത്. ആൻഡ് ഞങ്ങൾ അങ്ങനെ ചൂസ് ചെയ്ത സ്ഥലമാണ് പൂണ്ടി. സോ അങ്ങനെ ഞങ്ങളിപ്പോൾ പൂണ്ടിയിലേക്ക് പോണ വഴിയാണ്. സോ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോണ വഴി പറയാം. സോ നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്ന് വടക്കാഞ്ചേരി കൊല്ലങ്കോട് വഴി പൂണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ള ഏകദേശം പൊള്ളാച്ചി ഏരിയയിലാണ്. സോ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തുക. ബാ. ഇതലൻ, ചെറിയൊരു നാണമൊക്കെ ഉണ്ട്. സോ ഇതാണ് ഞങ്ങളുടെ ക്യാമറമാൻ സംഗീത്, എന്തൊക്കെയോ എടുത്ത് കൂട്ടുന്നുണ്ട്. ഇതെന്ത് പൊള്ളാച്ചി ഏരിയയാണ്? ഔട്ടർ പൊള്ളാച്ചി. പൊള്ളാച്ചിയിൽ നിന്ന് 10 കിലോമീറ്റർ ഔട്ടർ. സോ നമ്മളിപ്പോൾ പൊള്ളാച്ചിയും തിരിഞ്ഞു വരെയാണ്. സോ മഞ്ഞ വഴി കുറേ അധികം വിൻഡ് മിൽസ് ഇങ്ങനെ നിൽക്കണം. നമുക്ക് എത്ര ദൂരം പോകണം? ഒരു 2.5 മണിക്കൂർ പോകണം. 3 മണിക്കൂറുണ്ട്. സോ നമ്മളങ്ങനെ പൊള്ളാച്ചിയിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് കൊടൈക്കനാലൊക്കെ തിരിഞ്ഞ് പോണ വഴി കുറച്ച് വിൻഡ് ഒക്കെ ഉള്ളൊരു ഏരിയ ആണ്. സോ അത് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിർത്തിയതാവുന്ന കാണാനും കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ട് നിൽക്കാനായിട്ട്. അതായത് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര.
സോ നമ്മളങ്ങനെ പൂണ്ടിയിലെത്തി. നമ്മൾ ഇന്നലെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് പൂണ്ടിയിലെത്തിയത്. അതുകൊണ്ട് തന്നെ വന്ന വഴിയുള്ള വിഷ്വലും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ആൻഡ് ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തൊരു ഏരിയ. ഈവൻ ഈ ഏരിയ പോലും ഞങ്ങൾ ഇന്ന് രാവിലെയാണ് കാണുന്നത്. സോ കാണാലോ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ബാക്കിയുള്ളത് നമുക്ക് വഴിയെ പോയി നോക്കാം. സോ എങ്ങനെയുണ്ട് അലൻകുട്ടി പൂണ്ടിയൊക്കെ? ഐ മീൻ മെയിൻ പൂണ്ടിയിലേക്ക് പോയിട്ടില്ല നമ്മൾ. പൂണ്ടി വില്ലേജ് അവിടെയാണ്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യണം മെയിൻ പൂണ്ടി ഏരിയയിൽ തന്നെയാണ്. രസമുണ്ട്. രാത്രി വന്നപ്പോൾ വല്ലതും കണ്ടായിരുന്നോ? ഇന്നലെ പാതിരാത്രി കയറി വന്നപ്പോഴേക്കും ബൈസണെ കണ്ടില്ലേ? പക്ഷേ മഞ്ഞ വഴി കൊടൈക്കനാലിനെ പോലെ അല്ല ഈ പൂണ്ടി പൂമ്പാറ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ഗ്രാമങ്ങളാണ്. സോ അങ്ങനെയെന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ മറ്റേ സ്പോട്ടുകളോ പോലെ അല്ല, വ്യൂ പോയിന്റ്സ് പോലെ അല്ല. അല്ല കൊള്ളാം. നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒന്നും വിസിബിൾ അല്ലെങ്കിലും ടോപ്പിൽ നമുക്ക് വെച്ച് കഴിയുമ്പോൾ നല്ല രസമുണ്ട് മൊത്തം കാണാനായിട്ട്. ഏരിയ അടിപൊളിയാണ്. ഒരു കാര്യം കാണിച്ചു തരാം. ഇതാണോ ആ കൂണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പൂണ്ടി കൂടെ വരെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെ ഒരു കൂൺ നടക്കുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞുതരും. ചായ കുടിക്കാൻ പോവാം ഗൈസ്. ആക്ച്വലി വഴി കാണാൻ ഭംഗിയുണ്ടല്ലേ ആ പൂക്കൾ വെക്കുമ്പോൾ. അങ്ങനെ നമ്മൾ വീണ്ടും ബൊലേറോയിൽ. അങ്ങനെ ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് ചായക്കടയും തപ്പി പൂണ്ടി മെയിൻ ഏരിയയിലേക്ക് ഇറങ്ങി. ദോശ ഓംലെറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ. ചായ പറ്റില്ല. പക്ഷെ ഇവിടുന്ന് ഈ വെള്ളമേ വാങ്ങാൻ കിട്ടൂ, ഇത്രയും വലുത്. ചെറിയ ഉപ്പിയൊന്നും കൂടെ അലൗഡ് അല്ലെന്ന് പറയണം. സോ വാങ്ങുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് വെള്ളം കുടിയും തായ്ക്കണേ ഓർത്തു ഞങ്ങളിത് വാങ്ങേണ്ടി വരും. ഈ ഗ്ലാസ് മേടിച്ച വെള്ളം കുടിക്കാം. എങ്ങോട്ടാ പോണേ? പിന്നെ നമ്മൾ പൂണ്ടി വില്ലേജ് കാണും. ഗ്രാമങ്ങളിലേക്ക് നമ്മളങ്ങനെ പൂണ്ടി കാണാൻ വന്നിട്ട് നമ്മളിപ്പോൾ പൂണ്ടി വില്ലേജിലുണ്ട് കൃത്യമായിട്ട്. ആൻഡ് അവിടുത്തെ ഒരു വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇരുന്നാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യണത്, ഈ പരിപാടിയൊക്കെ. പിന്നെ ഇവിടുത്തെ നാട്ടുകാരും ഭയങ്കര സ്നേഹമുള്ളവരും, ഐ മീൻ പ്രത്യേകിച്ച് ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് ഭയങ്കര കമ്പനി ആയത് കാരണം അവർ നമ്മൾ അലോ ചെയ്തു കയറി നിൽക്കാനും ഷൂട്ട് ചെയ്യാനൊക്കെ. അങ്ങ് ഏരിയ എന്താ പറയുക, മെയിൻ റോഡിൽ அப்படியே போயிட்டு இருக்கணும். அப்படியே சுற்றி அங்கே அந்த பள்ளம் கூட அதில் போய் கேட்டிங்கனாலே റൂട്ട്. സോ നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് മറ്റേ ബാക്കിയുള്ള 2 വില്ലേജ് ഉണ്ട്. ഇത് അതായത് പൂണ്ടി കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഉള്ള 2 വില്ലേജ് നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ കാണാം. പൂണ്ടി ഒരു മേജർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല, ഇതൊരു ഓഫ് ബീറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സംതിങ് ലൈക്ക് ദാറ്റ്, ഈ ഇവിടുത്തെ ഈ കൃഷിയും മനുഷ്യരും ലാൻഡ്സ്കേപ്പും എല്ലാം നല്ലൊരു മെമ്മറി ആയിരിക്കും. നിങ്ങളുടെ പേരെന്നാ? ഹായ് സൊല്ലു. സോ നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഈ പൂണ്ടി വില്ലേജിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല. സോ ഇവിടെ ആൾക്കാർ, ഇവിടെ കർഷകരാണ് കൂടുതലും. സോ അവർ ജീവിക്കുന്ന സ്ഥലമാണ്. സോ അഥവാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വേണം നമ്മളിവിടെ വന്ന് കണ്ടൊക്കെ പോകാനായിട്ട്. പൂണ്ടിയിൽ വന്ന സമയം കൊള്ളാല്ലേ, ഫുള്ള് ഈ
പൂക്കളായിട്ട് നിറഞ്ഞിരിക്കുക. സോ നമ്മൾ രാവിലെ തന്നെ പോയി നമ്മുടെ പൂണ്ടി വില്ലേജൊക്കെ കണ്ട് അവിടെ ഉള്ള ആൾക്കാരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് തിരിച്ചു വന്നൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം. സോ വാ. ഈ ഏരിയ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ടൊന്നും അധികം ആൾക്കാർ വരാറില്ല. ഒട്ടും തിരക്കില്ലാത്ത ഒട്ടും തിരക്കില്ല. മാത്രമല്ല റോഡാണെങ്കിലും അങ്ങനത്തെ ഇവിടെ ഇപ്പൊ റോഡ് നമ്മളിപ്പോൾ പൂണ്ടിയുടെ അപ്പുറത്തുള്ള കിലാവറ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ഓൾമോസ്റ്റ് പൂണ്ടിയും പൂമ്പാറയൊക്കെ പോലെ തന്നെയാണ്. ആൻഡ് ഓൾസോ അത് മറ്റേ ലാസ്റ്റ് വില്ലേജ് ഓഫ് കൊടൈക്കനാൽ എന്ന് അറിയപ്പെടുന്നത്. കാരണം ഈ സൈഡിലേക്കുള്ള ഏറ്റവും അവസാനത്തെ വില്ലേജാണ്. അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണെങ്കിലും അടിപൊളിയാണ്. സോ നമ്മളിങ്ങനെ നിർത്തി കാഴ്ചകളൊക്കെ കണ്ട് മൊത്തത്തിലൊന്ന് ഷൂട്ടൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പയ്യാണ് പോകുന്നത്. സോ ഇനി അവിടെയും കൂടെ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ പൂണ്ടിയിൽ നിന്നും ട്രാവറേ വില്ലേജ് ഏരിയയിലോട്ട് ഇറങ്ങി. അതിന് ഇനിയും ഉള്ളിലോട്ട് പോകണം. പക്ഷെ എന്നാലും ആ വഴിയും അങ്ങോട്ടുള്ള കാഴ്ചകളും ഒക്കെ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. സോ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് കൊടൈക്കനാൽ ലാസ്റ്റ് വില്ലേജ്. അതായത് പൂണ്ടിയിലേക്ക് തന്നെ കൊടൈക്കനാലിൽ നല്ല ദൂരമുണ്ട്. പൂണ്ടിയുടെയും ഉള്ളിലേക്ക് വന്നാലാണ് നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ എത്താൻ പറ്റുള്ളൂ. പക്ഷേ വരാൻ പറ്റുകയാണെങ്കിൽ വരിക. കാരണം ഇതൊക്കെ വർത്തായിരിക്കും. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കൊടൈക്കനാലിൽ നിന്ന് പൂണ്ടി അല്ലെങ്കിൽ പൂണ്ടിയിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാൻ നോക്കുക. ഞാനിപ്പോൾ ഉള്ളത് മറ്റേ മന്നമന്നൂരിലുള്ള ഷീപ്പ് ഫാമിലാണ്. പക്ഷേ നിങ്ങൾ ആ വ്യൂ കണ്ടോ? ഇങ്ങനെ പരന്നിങ്ങനെ കിടക്കുക. പക്ഷെ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോലത്തെ ഒരു വൈബ്. അവിടത്തേക്കൊരു ലൊക്കേഷൻസും സീനറിയും പോലെയൊക്കെ നമുക്ക് പോകും. ഞങ്ങളിങ്ങനെ ഷീപ്പ് ഫാം കൊണ്ട് നടക്കുകയാണ്. പറയൂ സംഗീതം എന്താ പറയാനുള്ളത്? ഷീപ്പ് ഫാം നൈസാണ്. പെട്ടെന്ന് തീർന്നു. ക്ലോസ് ചെയ്തില്ലേ? പക്ഷേ ഈ ടൈമിൽ എന്നാലും അത് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം നോക്കുക, 4 മണിക്ക് ഇത് അടയ്ക്കും. 4 മണി വരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ 5 മണി വരെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാം. പക്ഷേ വരെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു 3 മണി കഴിഞ്ഞിട്ടാണ് വന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റും. സോ നമ്മുടെ ഇന്നത്തെ പൂണ്ടിയിലുള്ള കറക്കമൊക്കെ ഏകദേശം ഒതുങ്ങി. സോ ഇപ്പോൾ ഇന്ന് നമ്മൾ ബുക്ക് ചെയ്താണ് പൂമ്പാറയുള്ള സോസ്റ്ററാണ്. അത് ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ. സോ നമ്മളങ്ങനെ നമ്മുടെ പൂമ്പാറയുള്ള ഹോസ്റ്റലിലെത്തി. പൂമ്പാറയിൽ നിന്ന് ഹോസ്റ്റലിലേക്കുള്ള വഴി കുറച്ച് ഓഫ് റോഡ് വൈബാണെങ്കിലും ഇവിടെ എത്തിയ ബാക്കിയെല്ലാം സെറ്റാണ്.
സോ നമ്മളിവിടെ എത്തി, ഇവിടുത്തെ കഫേയിൽ നിന്ന് തന്നെ ഫുഡും കഴിച്ചു, നൈറ്റുള്ള ക്യാമ്പ് ഫയർ അറ്റൻഡ് ചെയ്ത് നമ്മളെപ്പോലെ തന്നെയുള്ള മറ്റുള്ള ട്രാവലേഴ്സിനോട് ഇൻട്രാക്റ്റും ചെയ്തിട്ട് ആ ഡേ അങ്ങ് എൻഡ് ചെയ്തു. Monday turning back to blue. Long for what's to come. ഫേക്ക് പൂ തൊട്ട് നോക്കി. ഇത് മറ്റേ പൂവില്ലേ ഈ പൂവിന്റെ ഇതുണ്ടോ തൊടുമ്പോ കണ്ടോ? ഭയങ്കര പ്ലാസ്റ്റിക് ഫിക്ഷൻ ആണ്. ആണോ? സോ നമ്മളിപ്പോൾ ഉള്ളത് പൂമ്പാറൈസ് ഹോസ്റ്റലിലാണ്. സോ അവിടുത്തെ കഫേയിൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ആൻഡ് നല്ലൊരു സംഭവമായിരുന്നു അല്ലേ ഹോസ്റ്റൽ പരിപാടി. ഡോർമെട്രി ഒക്കെ ആണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിന് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായില്ല ഈ ഹോസ്റ്റൽ സംഭവങ്ങളെ കുറിച്ച്, അതിൻ്റെ കൾച്ചറിനെ പറ്റിയൊന്നും. നമ്മളൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും കുറേ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ റൂമിൽ സ്റ്റേ ചെയ്യും. നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വന്നിട്ടില്ല. ഇല്ല, നമ്മള് ഇതായിട്ടും ഇങ്ങനെ ഒരു പിടിച്ചിട്ടില്ല. അതെ, ഡോർമെട്രി സെറ്റ് അങ്ങനെ പിടിച്ചിട്ട്. പക്ഷേ നൈസായിരുന്നു. നൈറ്റ് എല്ലാ മീൻസ് ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട് അവർക്ക്. രാത്രി എന്തായാലും ക്യാമ്പ് ഫയർ ഉണ്ടാവും. നമ്മളൊന്ന് കുറച്ച് ലേറ്റ് ആയി പോയി. വൈകുന്നേരം വരെ ട്രക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. വൈകുന്നേരം എനിക്ക് 4:30 ട്രക്കിംഗ് പരിപാടി ഉണ്ട്. 1 മണി തുടങ്ങി ഇവിടെ ചെക്ക് ഇൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 1 to 10 1 to പിറ്റേ ദിവസം 10 വരെയാണ് ഇവിടുത്തെ. അപ്പോൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം എനിക്കൊന്നും എന്തെങ്കിലും ആക്ടിവിറ്റി 4 മണിക്കൂർ ട്രക്കിംഗ്. പിന്നെ മോർണിംഗ് 10-ന് ആളുകൾ കൂടുതലും നോർത്തിൽ നിന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ സംഭവം നോർത്തിന്റെ ഒരു ഇതുപോലെയാണ്. രാത്രി സോഷലൈസ് ചെയ്യാനൊക്കെ പരിപാടി. അതെ, അതുപോലെ ഇവിടെ വന്നവരൊരു ഒരു ദിവസം സ്റ്റേ എടുത്തിട്ട് പോകുന്ന പരിപാടിക്ക് വരാറില്ല. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് രാത്രി വന്നേ ഉള്ളൂ. ഇവിടെ വന്നത് നോർമലി ഒരു 3-4 ദിവസത്തേക്ക് അങ്ങനെ വന്നു. ഇവരാണെന്നല്ല ചെരുപ്പം കൊണ്ട് പോയത്. ആണോ? എന്റെ ചെരുപ്പ് സ്നേഹം കണ്ടിട്ട് അങ്ങനെ എന്റെ ചെരുപ്പ് ബ്ലാക്ക് ചെരുപ്പ് കിട്ടി, പ്രതിയെ കിട്ടി. എന്റെ ബ്ലാക്ക് ചെരുപ്പ്. അതിന്റെ മേളിൽ എങ്ങനെ സ്ഥലമുണ്ടല്ലേ? ഓപ്പൺ സ്പേസ് ഉണ്ടല്ലേ? ഞാൻ രാവിലെ പോയിണ്ടായി നോക്കാൻ വേണ്ടിയിട്ട്. Hi, hello. This is our new friend. Say something about yourself. Yeah, I work and explore places. Please say your name first. I'm Abhishek. Yeah, I'm coming here for the first time and really enjoying this trip. So this is an amazing place, amazing property, and it's secluded. So it's different from typical other hostels, and the view is amazing from here. You can see the sunrise. I'm not good with cameras. Even I'm First not. time. Even I'm really bad at it. ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ വർക്ക് സ്റ്റേഷൻസ് ഉണ്ട്, പിന്നെ ഗെയിംസിനായിട്ടുള്ള ഏരിയ ഉണ്ട്. ഇനി ഇതൊന്നും വേണ്ട, കുറച്ച് നേരം പീസ്ഫുള്ളായിട്ട് എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. സോ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യാണ്, നിങ്ങൾക്ക് കുറച്ച് വർക്ക് ഫ്രം ഹോം ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതും എടുത്ത് ഇങ്ങോട്ട് പോരാം. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ ഞങ്ങളിവിടെ കണ്ടു.
മറ്റേ കൂഗൽ ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു ഏരിയയിലേക്ക്, അതായത് നമ്മുടെ കൊടൈക്കനാൽ കഴിഞ്ഞിട്ട് പൂമ്പാറ, വന്നവന്നൂർ, പൂണ്ടി ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു മെയിൻ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ കൂഗൽ ലേക്ക്. ആൻഡ് ഇവിടെ അന്വേഷിച്ചപ്പോഴും അത്യാവശ്യം നല്ല ഇതാണ് കേട്ടത്, കാരണം നല്ലൊരു സ്ഥലമാണ്, എന്തായാലും പോകണം, ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്തായാലും പോകണം എന്നൊക്കെ കേട്ടത്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് കൂഗൽ ലേക്ക്. ഇവിടുത്തെ മെയിൻ വ്യൂ പോയിന്റ് ഇതാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ റോഡ് സൈഡിൽ തന്നെ കിട്ടുന്നൊരു വ്യൂ ആണിത്. ആൻഡ് ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ടായി, കൂഗൽ ലേക്ക് വ്യൂ. സോ അത് കാരണം ഞങ്ങളൊന്ന് നിർത്തിയതാണ്. നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. എനിക്ക് ചായ. ഒരു പയ്യന് പിന്നെ കടയെ മേപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. അണ്ണ കടയൊന്ന് നോക്കിക്കോളാൻ പറഞ്ഞിട്ട്. അലൻകുട്ടി അറിഞ്ഞ കടയുടെ പുതിയ മുതലാളിയാ. അണ്ണ കട പാത്തുക്കോന്ന് പറഞ്ഞു. ഗ്ലാസ് ഉടഞ്ഞിருக்கு. ലോക്കൽ പീപ്പിൾസ് வந்து ചായക്ക് എவ்வளோ? 35 தானா? ஆமா, 35 ருபீஸ்ல ചായ കുടിക്കില്ലേ? ഇന്ത്യയില ചായയെക്കുറിച്ചുള്ള അഭിപ്രായം പറയും. 35 രൂപയ്ക്ക് ചായ കുടിക്കണമെങ്കിൽ 3 ചായ കുടിച്ചപ്പോൾ 105 രൂപ, ജസ്റ്റ് 105 രൂപ. ഞാൻ വിചാരിച്ചു 105 നമ്മൾ വേറെന്താ മേടിച്ചു. വേറെന്താ വാങ്ങിച്ചൊന്നും. ഉയരം കൂടുന്നോറും ചായയുടെ റേറ്റും കൂടും. സോ അത് മനസ്സിൽ കണ്ടിട്ട് വേണം ചായ കുടിക്കാൻ. നമുക്ക് പല റേറ്റിൽ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടല്ലേ, അതാണ് കുഴപ്പമില്ല. നമ്മൾ ഓരോ നാട്ടിൽ പോകുമ്പോൾ ഓരോ റേറ്റിലാണ് കുടിച്ചേക്കണത്. ഒരു ചായക്ക് 100 രൂപ കുടിച്ചു. 100 രൂപയ്ക്ക് കുടിച്ചിട്ടുണ്ട്, ഒരു ചെറിയ ഇത്രയുള്ള കപ്പിൽ. ഗുൽമർഗില് മലയുടെ മേളിലായതുകൊണ്ട് ഗുൽമർഗിൽ അവിടെ ഒന്നും കിട്ടാനില്ല. അതൊന്നും ഏറ്റവും ഉണ്ടാവില്ല ഫേസ് 2-ല്. പിന്നെ നമ്മൾ കൂഗൽ വില്ലേജിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാർഷികരാണ്. നമ്മൾ കുറേ ഗ്രാമം കാണാൻ വന്നപ്പോൾ അടുത്തൊരു കാർഷികരാണ്. സോ നമ്മൾ കൂഗൽ ലേക്ക് കഴിഞ്ഞിട്ട് കൂഗൽ വില്ലേജിൽ എത്തിയൊക്കെയാണ്. പൂമ്പാറയും പൂണ്ടിയൊക്കെ പോലെ തന്നെ അങ്ങനത്തെ ഒരു ഗ്രാമം തന്നെയാണിത്. സോ ഈ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് കേട്ടു. സോ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കും. ഇവിടെ പോയി തുറന്നു. വയനാട്ടിൽ പോയപ്പോൾ ആ ട്രക്കിങ്ങിന് മുമ്പ്, മെയിൻ ട്രക്ക് തുടങ്ങിയതിന് മുമ്പ് കുറച്ച് ഏരിയ നടക്കാനുണ്ടായില്ലേ. സോ അതുപോലെ ഉണ്ട്. இந்த வியூ பாயிண்ட் இதில் போகலாம். கிட்ட தானே ஃபால்ஸு கீழே போகணும், ரொம்ப தூரம். வியூ பாயிண்ட் கிட்ட தானே? போகலாம். ചെമ്പി എന്നുണ്ട് വ്യൂ?
അങ്ങനെ നമ്മൾ നമ്മുടെ കൂഗൽ വില്ലേജിൽ നടന്ന് മുകളിലേക്ക് കയറുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതിൻ്റെ അവിടെ ഒരു വീടും ഉണ്ട്, ഒരു ആശ്രമം എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും ഇവിടെ നിന്നുള്ള ഈ വ്യൂവും ഇവിടുത്തെ ഈ വൈബും ഒക്കെ ശരിക്കും വേറെ ലെവലാണ്. ഹായ്, अपना नाम बताओ. പിന്നെ ഈ സ്ഥലത്തിനൊരു കുഴപ്പമുണ്ട്. ഈ സ്ഥലവും ഈ സെറ്റിങ്ങും ഒക്കെ നിങ്ങൾ പല ചിന്തകളിലേക്കും കൊണ്ടുപോകും. അതൊരു പക്ഷേ നിങ്ങളുടെ പാസ്റ്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. സോ നമ്മൾ ആ വഴി ഇങ്ങനെ നേരെ നടന്നു വരുമ്പോൾ ഉള്ളൊരു ആശ്രമമുണ്ട് ഇത്. ആൻഡ് ഈ മലയുടെ ചെരുവിലായിട്ട് ഇങ്ങനെ ആശ്രമമുണ്ട്. ആൻഡ് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. എല്ലാം ഭയങ്കര അടിപൊളിയാണ്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ വ്യൂ പോയിന്റ്. ആദ്യത്തെ വ്യൂ പോയിന്റ് നമ്മൾ നേരത്തെ നിന്ന ഒരു ആശ്രമം. അതാ ഇവർ അതിനാണ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ വെച്ചേക്കണം. എൻട്രി ഫീം കൊടുത്തിട്ടുണ്ട്, ഒരു 50 രൂപയുടെ. റീൽസിലൊക്കെ വന്നത് ഭയങ്കരമായിട്ട് ഫേമസ് ആയിപ്പോയി ആ ഒരു. പക്ഷെ കാണാൻ രസമുണ്ട് കേട്ടോ അവിടെ നിന്ന്. നമ്മൾ വ്യൂവും കൊള്ളാം, മൊത്തത്തിലുള്ള വൈബും കൊള്ളാം. നല്ലൊരു വൈബുണ്ട്, നല്ല വർത്താണ് വന്നു കഴിഞ്ഞാൽ നടന്നത്. അതെ, 50 രൂപ കൊടുക്കണം. സോ ഇത്രയുള്ളൂ ഞങ്ങളുടെ ഈ ചെറിയ യാത്ര. വലിയ എക്സ്പെക്റ്റേഷൻസോ വലിയ മിറക്കിൾസോ ഒന്നും പ്രതീക്ഷിക്കാനുള്ളൊരു ചെറിയ യാത്ര. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, എത്തുന്ന സ്ഥലത്തേക്കാളും അങ്ങോട്ടുള്ള യാത്രയാണ് പ്രധാനം. അതെ, ചില യാത്രകൾ അങ്ങനെയാണ്.